പോണ്ടിച്ചേരിയുടെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗൂബർട്ട് മാർക്കറ്റ്, അല്ലെങ്കിൽ പോണ്ടിച്ചേരിക്കാരെ വിളിക്കുന്നത് പോലെ പെരിയ കടൈ, ഈ നഗരത്തിലെ ഏറ്റവും വലിയതും പഴക്കമേറിയതുമായ മാർക്കറ്റാണ്. മാർക്കറ്റിന്റെ സ്ഥലം നഗരമധ്യത്തിലാണ്. അതിനാൽ പാർക്കിംഗ് കുറച്ച് പ്രയാസമുള്ളതായിരിക്കും. അതുകൊണ്ട് സ്വന്തം വണ്ടിയിൽ വരുന്നവർ അടുത്തുള്ള പെയ്ഡ് പാർക്കിംഗ് ഏരിയകളിൽ വാഹനം പാർക്ക് ചെയ്യുന്നതാണ് നല്ലത്. ബസ് സ്റ്റാൻഡിൽ നിന്ന് വെറും 3 കിലോമീറ്റർ മാത്രം അകലെയുള്ള ഈ സ്ഥലത്തെത്തുമ്പോൾ പ്രാദേശിക ജീവിതത്തിന്റെ താളം അതിന്റെ മുഴുവൻ ആവേശത്തോടും കാണാം. ജവഹർലാൽ നെഹ്റു സ്ട്രീറ്റിന്റെയും മഹാത്മാഗാന്ധി റോഡിന്റെയും മൂലയിലാണ് ഈ മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത്. മഹാത്മാഗാന്ധി റോഡ്, ജവഹർലാൽ നെഹ്റു റോഡ്, ഭാരതി സ്ട്രീറ്റ്, രംഗപിള്ളി സ്ട്രീറ്റ് എന്നിവിടങ്ങളിലായിട്ട് ഈ മാർക്കറ്റിന് 9 പ്രവേശന കവാടങ്ങളുണ്ട്. 600-ൽ കൂടുതൽ സ്റ്റാളുകളുള്ള ഈ മാർക്കറ്റ് നൂറുകണക്കിന് കുടുംബങ്ങളുടെ ജീവിതോപാധിയാണ്. 1826-ൽ ഫ്രഞ്ച് ഭരണകാലത്ത് സ്ഥാപിച്ച ഈ മാർക്കറ്റ് ആദ്യം ഗ്രാൻഡ് ബസാർ എന്ന് അറിയപ്പെട്ടിരുന്നതാണ്. പിന്നീട് പോണ്ടിച്ചേരിയുടെ ആദ്യ മുഖ്യമന്ത്രിയായിരുന്ന എഡ്വേർഡ് ഗൂബർട്ടിന്റെ പേരിലാണ് ഗൂബർട്ട് മാർക്കറ്റ് അറിയപ്പെടുന്നത്. ഈ കാണുന്നതാണ് പഴങ്ങളുടെ സെക്ഷൻ. വ്യത്യസ്തങ്ങളായ പഴങ്ങളും വ്യത്യസ്ത രുചികളും നിറങ്ങളും സുഗന്ധങ്ങളും ഇവിടെ അനുഭവിക്കാം. ഇത്രയും തിരക്കിലും ഓരോ പഴവും എത്ര അടുക്കും ചിട്ടയോടെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോ? ഓരോ വിൽപ്പനക്കാരൻ്റെയും ഒരു കലാവിരുത് ആണിത്. സ്റ്റാളുകളിൽ അടുക്കി വെച്ചിട്ടുള്ള പച്ചക്കറികൾ കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. എല്ലാത്തരം പച്ചക്കറികളും ഇവിടെ ഫ്രഷായിട്ട് ലഭിക്കും. ഈ തിരക്കിനിടയിലും ഇത്രയും നന്നായി ക്രമീകരിച്ചു വിൽക്കുന്ന കാഴ്ച ശരിക്കും മനോഹരമാണ്. ഈ മാർക്കറ്റിന്റെ ഏറ്റവും മനോഹരവും സുഗന്ധപൂരിതവുമായ ഭാഗം പൂക്കളുടെ സ്റ്റാളുകളാണ്. രാവിലെ തന്നെ ഇവിടെ എത്തിയാൽ വർണ്ണങ്ങളുടെയും സുഗന്ധത്തിൻ്റെയും ഒരു ലോകം തുറക്കുന്നതുപോലെ തോന്നും. കച്ചവടക്കാർ വിവിധ തരം പൂക്കൾ വിൽക്കുന്നു. കണ്ണെത്താ ദൂരത്തോളം പൂക്കൾ. മല്ലിക, മുല്ല, റോസ്, ചെണ്ടുമല്ലി, താമര, വാടാമല്ലി, മഞ്ഞയും ഓറഞ്ചും നിറത്തിലുള്ള ചെണ്ടുമല്ലി തമിഴ്നാട്ടിലെയും പോണ്ടിച്ചേരിയിലെയും ആഘോഷങ്ങളിൽ അനിവാര്യ ഘടകമാണ്. ഇനി ഇവിടുത്തെ ഈ സ്റ്റാളുകളിൽ മാല ഉണ്ടാക്കി വിൽക്കുന്നത് കാണാം. അമ്പലങ്ങളിലും വീടുകളിലും മറ്റ് ചടങ്ങിന് ഉപയോഗിക്കുന്നതിനായി മനോഹരമായ മാലകൾ കോർത്തെടുക്കുന്നത് ഇവിടെ കാണാം. ഗൂബർട്ട് മാർക്കറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ഒന്നാണ് ഇവിടുത്തെ ഫിഷ് മാർക്കറ്റ്. ബംഗാൾ ഉൾക്കടലിൽ നിന്നുള്ള ഫ്രഷ് മീനുകൾ ഇവിടേക്കെത്തുന്നു. ഇത് പൂർണ്ണമായും സ്ത്രീകൾ നടത്തുന്ന മേഖലയാണ്. അവർ കാണിക്കുന്ന കാര്യക്ഷമത അത്ഭുതപ്പെടുത്തുന്നതാണ്. അതിരാവിലെ ചെന്നാൽ കച്ചവടത്തിൻ്റെ മുഴുവൻ ഊർജ്ജസ്വലതയ്ക്കും സാക്ഷ്യം വഹിക്കാനും വിവിധ തരം മീനുകളെ വിലപേശി വാങ്ങാനും സാധിക്കും. ഞായറാഴ്ചകളിലും അവധി ദിവസങ്ങളിലും ഇവിടെ നല്ല തിരക്ക് തന്നെയാണ്. ഫ്രഞ്ച് ഭരണകാലത്ത് നിർമ്മിച്ച ഗൂബർട്ട് മാർക്കറ്റിലെ ഈ ക്ലോക്ക് ടവർ പോണ്ടിച്ചേരിയുടെ കൊളോണിയൽ കാലത്തെ ഓർമ്മപ്പെടുത്തുന്ന ഒരു പ്രധാന ലാൻഡ്മാർക്കാണ്. 1849-ൽ പണി ആരംഭിച്ചു. 1859-ൽ ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയായി. ദിയാഗോ മുതലിയാർ എന്ന ഒരു മനുഷ്യസ്നേഹി സംഭാവന നൽകിയതാണ് ഈ ക്ലോക്ക് ടവർ. ദക്ഷിണേന്ത്യയിലെ ഇത്തരത്തിലുള്ള ആദ്യത്തെ ക്ലോക്ക് ടവറുകളിൽ ഒന്നായാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. ഈ ക്ലോക്ക് ടവറിന് പെരിയമണിക്കൂണ്ട് എന്നും അറിയപ്പെടും. ഗൂബർട്ട് മാർക്കറ്റ് വെറും ഒരു മാർക്കറ്റ് മാത്രമല്ല, ഇതൊരു സാംസ്കാരിക ഹബ്ബ് പോലെ പ്രവർത്തിക്കുന്നു. ഇവിടുത്തെ ഈ തിരക്കും പുഞ്ചിരിയോടെ സ്വാഗതം ചെയ്യുന്ന ഈ നാട്ടുകാരും പോണ്ടിച്ചേരി യാത്രയെ എന്നും ഓർമ്മപ്പെടുത്തുന്നതായിരിക്കും. വൈവിധ്യവും സംസ്കാരവും ചേർന്ന ഈ മാർക്കറ്റ് പോണ്ടിച്ചേരിയുടെ ജീവന്തമായ മുഖമാണ്. ഇവിടെ 1 മണിക്കൂറോളം ചെലവഴിക്കുന്നത് ഒരു ഷോപ്പിംഗ് അനുഭവമല്ല, ഒരു സാംസ്കാരിക യാത്രയാണ്.
പോണ്ടിച്ചേരിയുടെ നിറങ്ങളും മണവും വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. പോണ്ടിച്ചേരിയിലെ മറ്റ് സ്ഥലങ്ങളെക്കുറിച്ചറിയാൻ നമ്മുടെ ചാനൽ സന്ദർശിക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. യാത്ര തുടരും.